ഹലോ, റിൻസിയാണ്. അപ്പോൾ കുറേ പേര് കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ കുറച്ച് പേര്, നമ്മളോട് സ്നേഹമുള്ള കുറച്ച് പേര് എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യമൊക്കെ പ്രകടിപ്പിച്ച് ഞാൻ കണ്ടിരുന്നു. അപ്പം തൊട്ട് ഞാനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ സമയം കിട്ടിയില്ല എനിക്ക് വീഡിയോ ചെയ്യാൻ. നമ്മളിപ്പം ഏകദേശം ഒരു 10K ഫാമിലിയിലോട്ട് അടുക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്. 9300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ 10K ആകുമായിരിക്കും, ദൈവം അനുഗ്രഹിച്ചാവട്ടെ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം എന്നൊക്കെ. എൻ്റെ മോളാണ്. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോളെ കൂട്ടി വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോളെ കൂട്ടി വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ അപ്പം ആദ്യം എന്നെപ്പറ്റി പറയാം. എൻ്റെ പേര് റിൻസി. നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ നെയിമിൽ കണ്ട പോലെ റിൻസി എന്നാണ് എൻ്റെ പേര്. റിൻസി സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്നായിരുന്നു ഫസ്റ്റിൽ. ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്തു എന്ന് തോന്നുന്നു. എനിക്ക് സ്റ്റോറീസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്നാക്കിയാൽ തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ട്, എൻ്റെ ഈ മോള് ചെറുതായിരുന്ന സമയം തൊട്ട് യൂട്യൂബ് വേണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് ഇതായിട്ട് അങ്ങ് പോയി. അപ്പം നമുക്ക് വഴി എൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്കും അതൊരു കുറച്ച് മോട്ടിവേഷണൽ ടൈപ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്, എൻ്റെ ലൈഫ് കൊണ്ടുള്ളത് കേട്ടോ. അതൊക്കെ ഞാൻ പറയാം വഴി. നമുക്ക് ആദ്യം ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഞാൻ എവിടെയാണ്, എൻ്റെ നാട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ടയാണ് എൻ്റെ നാട്. നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ നാടായ പത്തനംതിട്ടയാണ് എൻ്റെ സ്വന്തം നാട്. എന്നെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി, കോട്ടയം ചങ്ങനാശ്ശേരിയിലേക്കാണ്. പിന്നെ കുറേ പേര് ഹസ്ബൻഡിൻ്റെ പേരും ഒക്കെ ചോദിച്ചിരുന്നു. ഹസ്ബൻഡിൻ്റെ പേര് പ്രിൻസ് എന്നാണ്. എൻ്റെ ഇപ്പം ലിപിയൊക്കെ വായിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ റിൻസി പ്രിൻസ് എന്ന പേരിൽ തന്നെയാണ് കഥകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പ്രിൻസ് എന്നാണ്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത ആളാണിത്, പ്രെറ്റി എന്നാണ് പേര്. ഇനി ഒരാളും കൂടിയുണ്ട്, ഏഞ്ചൽ എന്നാണ് പേര്. അവളെ കിട്ടുള്ളൂ. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു കുഞ്ഞിനെ കാണിക്കുമോ എന്നൊക്കെ. ഞാൻ കണ്ടു, വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ആർക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. പിന്നെ എൻ്റെ പ്രൊഫഷൻ, ഞാൻ ചേച്ചിക്ക് എന്താ ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് എന്താ ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് വെളിയിലായിരുന്നു. എൻ്റെ മോള്, ഞങ്ങളുടെ ആദ്യത്തെ മോളുണ്ടായ സമയത്ത് പുള്ളി നാട്ടിൽ വന്നാണ്, പിന്നെ തിരിച്ചു പോയില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ പരിപാടി, അങ്ങനെ ഒരു കാര്യമായിട്ടൊരു വലിയ ഇതൊന്നും പറയാറായിട്ടില്ല. ചെറിയ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. ചെറിയ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. വലിയൊരു ഇതൊന്നും എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷൻ എന്നങ്ങനെ പറയാനുള്ളൊരു, പുള്ളി വെളിയിലോട്ട് പോകാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പം അത് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ചേച്ചിയുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു. ഞാനൊരു ജേർണലിസ്റ്റാണ് കേട്ടോ, ഓൺലൈൻ ജേർണലിസ്റ്റ്. ഇപ്പോൾ ഓൺലൈൻ മീഡിയസ്, ഇതാണ് എൻ്റെ ഇളയ മോള്. രണ്ടാമത്തെ മോളാണ് ഏഞ്ചൽ എന്നാണ് മോളുടെ പേര്. അപ്പം ചേച്ചിയുടെ പ്രൊഫഷൻ ചോദിച്ചാൽ, ചേച്ചി പഠിച്ചതൊക്കെ ജേർണലിസം ആണ്, ഡിപ്ലോമയായിരുന്നു ഞാൻ പഠിച്ചത്. ഞാനിപ്പോൾ ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഓൺലൈൻ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഉള്ള അന്വേഷണം എന്ന് പറഞ്ഞൊരു ഓൺലൈൻ മീഡിയയിലാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഫ്രീലാൻസായിട്ട് കുറച്ച് കണ്ടൻറ്റും അഡ്വർടൈസ്മെൻറ്റും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അത്യാവശ്യം ജേർണലിസം ടൈപ്പിലുള്ള കുറച്ച് സംഭവങ്ങൾ വേറെ എനിക്ക് ഫ്രീലാൻസ് വർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ബിസി ആയിരിക്കും. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് സ്റ്റോറി ഇന്ന് ഇടാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പം അതാണ് എൻ്റെ പ്രൊഫഷൻ. അല്ലാതെ എഴുത്ത് മാത്രം മുന്നോട്ട് നോക്കി നിൽക്കുകയല്ല ഞാൻ. എനിക്ക് വേറൊരു പ്രൊഫഷനുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മിക്കപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട് റെഗുലറായിട്ട് എന്താണ് മിക്കപ്പോഴും സ്റ്റോറി ഇടാൻ പറ്റാത്ത. കഴിഞ്ഞ ദിവസം ഞാൻ മാർച്ച് 1 മുതൽ എന്തായാലും റെഗുലർ സ്റ്റോറി ഇടുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും പറഞ്ഞ് എത്ര ദിവസത്തേക്കാണ്. ഞങ്ങൾ ഒരിടത്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് സ്റ്റോറീസ് ഒന്നും ശരിക്കും കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്ത. മിക്കപ്പോഴും വർക്ക് ലോഡ് കാണും. ഞാൻ ഓൺലൈനായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു ഫേമിൽ പോയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാം. നമ്മുടെ ജോലി തീർന്നാലും തീർന്നില്ലെങ്കിലും നമുക്ക് 5 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ ഓൺലൈനായിട്ട് ജോലി ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അത് ഫുള്ള് നമ്മൾ തീർത്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ.
അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മിക്കപ്പോഴും എന്താ ലേറ്റ് നൈറ്റ് വർക്ക്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഞാൻ കൂടുതലും നിങ്ങളോട് ഇന്ന് സ്റ്റോറി ഇല്ല കേട്ടോ എന്ന് പറയുന്നത്. എനിക്ക് റെഗുലറായിട്ട് സ്റ്റോറി ഇടണമെന്നാണ് ആഗ്രഹം സത്യത്തിൽ. പിന്നെ ഞാനിവിടെ യൂട്യൂബ് തുടങ്ങുന്നത് ഫസ്റ്റിൽ നമ്മൾ ഏണിങ്സ് ഒന്നും വിചാരിച്ചിട്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ സ്റ്റോറീസൊക്കെ ഞാനിപ്പം പ്രതിലിപിയിലാണ് എഴുതുന്നത്. അവർക്ക് കോപ്പിറൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ചില സ്റ്റോറീസ് ഒന്നും നമുക്ക് കിട്ടില്ല. അവർക്ക് കോപ്പിറൈറ്റ് കൊടുത്ത് അവരെന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവർക്ക് മെയിൽ അയച്ച് ആ സ്റ്റോറിയുടെ ഫുള്ള് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ സ്റ്റോറിയുടെ ഒരു കളക്ഷനായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റോറി ചെയ്യാം എന്ന് വിചാരിച്ചത്. യൂട്യൂബിൽ കുറേ പേര് എൻ്റെ കോൺട്രാക്റ്റ് വൈഫ് മുതൽ ഇങ്ങോട്ട് കുറേ ആൾക്കാർ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു യൂട്യൂബ് തുടങ്ങുക, അതിൽ നിന്നും കുറച്ച് ഏണിങ്സ് കിട്ടുക എന്നൊന്നും പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം വർഷങ്ങളായിട്ട് യൂട്യൂബിൽ നിന്നിട്ട് ഒരു രൂപ പോലും കിട്ടാത്ത ആളുകളെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഞാൻ പെട്ടെന്ന് സക്സസ് ആയി എന്ന് ഞാൻ പറയില്ല, ഞാൻ സക്സസ് ആയിട്ടുമില്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഏണിങ്സ് ആണെങ്കിലും യൂട്യൂബിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണത്. അതെനിക്ക് വലിയൊരു എന്താ പറയുന്നത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. 10 രൂപയാണെങ്കിലും അത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ബെനഫിറ്റായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ 2 പ്രാവശ്യമേ എനിക്ക് ഏണിങ്സ് വന്നിട്ടുള്ളൂ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏണിങ്സ് അത് കിട്ടാൻ നമ്മൾ യൂട്യൂബിൽ വീഡിയോയിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. നമ്മൾ കാരണം ഒരാൾക്ക് ഒരു 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ സന്തോഷമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വല്ല വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ താഴെ. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ വേറെ എന്താണ് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യന്? കഥയെ പറ്റി എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഥ എഴുതുന്ന എൻ്റെ പാഷനാണ് കേട്ടോ. അല്ലാതെ ഞാനതൊരു ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് അതിൽ നിന്ന് ചെറിയ രീതിയിൽ ഏണിങ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനതൊരു പ്രൊഫഷനാക്കിയാലോ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാനതൊരു ഞാൻ പണ്ട് മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ നാടകം അങ്ങനെയൊക്കെ സ്ക്രിപ്റ്റൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് കഥ എഴുതുന്നത് ഒരു വലിയ ഇഷ്ടമുള്ളൊരു പാഷനാണ്. ഞാൻ ഈ വോയിസ് ഇടുമ്പോൾ നിങ്ങൾ ഈ അവതരണം നല്ലതാണ് കേട്ടോ, ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ നല്ല ഫീൽ ആവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരും. കാരണം എൻ്റെ ക്യാരക്ടേഴ്സ്, ഞാൻ എഴുതിയ എൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ മാനസിക സംഘർഷം എന്താണെന്ന് എന്നേക്കാൾ വ്യക്തമായിട്ട് വെളിയിലൊരാൾക്ക് മനസ്സിലാവുമോ? അപ്പോൾ അത്രയും ഫീലോടെ എനിക്ക് എൻ്റെ സ്റ്റോറി മാത്രമേ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ. വേറൊരാളുടെ കഥ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അത്രയും ഡെപ്ത് കിട്ടില്ല. ആ ക്യാരക്ടറിനെ പറ്റി എനിക്ക് അത്രയും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ എൻ്റെ ക്യാരക്ടേഴ്സിനെ എനിക്ക് അത്രയും ഡെപ്തോട് തന്നെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ പറ്റും. കാരണം അവരുടെ മനസ്സിൽ എന്താണ്, ഞാനല്ലേ അവരെ സൃഷ്ടിച്ചത്, അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് 100% മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വേറെന്താ, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോ ഇടണം. കുറേ ദിവസമായിട്ട് നിങ്ങൾ പോസ്റ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി ഡീറ്റെയിൽസ് പറയൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ തൊട്ട് ഞാനൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ്. വേറെ എന്താ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു? പ്രൊഫഷൻ പറഞ്ഞു, ഫാമിലി പറഞ്ഞു, വേറെ എന്തായിരുന്നു ചോദിച്ചത്? നാട് എവിടെയാണെന്ന് ചോദിച്ചു, പറഞ്ഞില്ലേ പത്തനംതിട്ടയാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പത്തനംതിട്ടയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആഴ്ചയിൽ ഞങ്ങൾ മിക്കപ്പോഴും ചങ്ങനാശ്ശേരിക്ക് പോകും, അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ്, അല്ലാതെ ഞങ്ങൾ അവിടെയല്ല ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ എൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പം അറിയാമല്ലോ 2 കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഹെൽപ്പിനൊക്കെ ഇടയ്ക്ക് അമ്മയൊക്കെ വരും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ആണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവും. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാർഡ് വർക്കിന് വിലയുണ്ട് എന്നൊക്കെ തോന്നുന്ന പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ വ്ലോഗ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഓക്കെയാണ് കേട്ടോ. കാരണം ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് യാത്രകൾ ചെയ്യുക. ഞങ്ങൾ മിക്കപ്പോഴും അത്ര വലിയ യാത്രകളൊന്നും അല്ലെങ്കിലും ചെറുതാണെങ്കിൽ പോലും ഞങ്ങൾ എപ്പോഴും യാത്രയൊക്കെ പോകുന്ന കൂടുതലാണ്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ഒരു അട്ടർ ഫ്ലോപ്പായിരിക്കും ഞാൻ ചെയ്താൽ. കാരണം
ഞാൻ ഓണസ്റ്റ്ലി പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുന്നത്, ആസ് യൂഷ്വൽ നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫിൽ കാണുന്ന യൂട്യൂബേഴ്സിനെ പോലെ ഒരു അടുക്കളയിൽ ഒരുപാട് സമയം നിൽക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പം വലിയ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കണ്ട് മീൻകറിയൊക്കെ വെക്കുന്ന ചേച്ചിമാരുടെയൊക്കെ കണ്ടിട്ട് എൻ്റേത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത്. ഞാനൊരു പ്രൊഫഷണൽ കുക്കല്ല. കുറേ സമയം ഞാൻ പറഞ്ഞല്ലേ, ഞാനൊരു ബിസി ആയിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കൊരു 2 ദിവസം ലീവ് എടുത്തിട്ട് ഇരുന്നാൽ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ് എന്തെങ്കിലും ജോലി പക്ഷേ എനിക്ക് വീട്ടിലെ പണി ചെയ്യുന്നതിനോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. ഓപ്പണായിട്ട് പറയാം, അതൊരു വലിയ അഹങ്കാരമായിട്ട് ഞാൻ പറയുന്നതല്ല. എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് കൂടുതലും അല്ലാണ്ട് പ്രൊഫഷണലി ബിസി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ഇപ്പം അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഷടപടയെന്ന് തീർത്തിട്ട് ഇറങ്ങും. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താൽ നിങ്ങൾക്ക് അതത്ര ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ അവിടെ ഇട്ടപ്പോൾ നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വോട്ടിങ്ങിൻ്റെ ഇതിട്ടപ്പം കുറേ പേര് പറഞ്ഞിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, സത്യമായിട്ടും. കാരണം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പിലെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കില്ല മേ ബി അത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളതൊരു വലിയ ഇതായിട്ട് പറയുന്നതല്ല. ഞാൻ ഫുൾ ടൈം അങ്ങനെ അടുക്കളയിൽ സ്പെൻഡ് ചെയ്ത് അടുക്കളയിൽ തന്നെ ഇരിക്കാൻ അങ്ങനെയൊന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പ്രൊഫഷണലി ബിസി ആവുക എന്ന്. അതെനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് ആണെങ്കിൽ പോലും നമ്മളൊരാളുടെ നമ്മളിപ്പോൾ ഒരു കഥ എഴുതുന്ന പോലെ തന്നെയാണ്, നമ്മൾ വേറെ നടന്ന കഥകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ബിസി ആയിട്ടിരിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. എന്നെങ്കിലും എനിക്കിത് മടുക്കുമ്പോൾ ഞാനത് നിർത്തും. കാരണം എനിക്ക് ചിലപ്പോൾ നമുക്ക് ചില ന്യൂസസ് നമ്മൾ ചെയ്തിട്ട് അത് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനൊക്കെ വരുന്നതാണ്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിയാലും അങ്ങനെ പോട്ടെ എന്ന് കരുതിയത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ നിങ്ങൾ ഇതുവരെ കാണാത്ത ടൈപ്പിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, അതിനെനിക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ശരിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നതായിരിക്കുന്നല്ലോ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന. ഞങ്ങളാണ് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ല കേട്ടോ ഞങ്ങൾ തമ്മിൽ. അതുപോലെ അങ്ങനെയാണ് ഞങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹദൂരം നിങ്ങൾ ഒരുപാട് വരുന്നത് ഈ പുള്ളിയാണ് കേട്ടോ, ശ്രീഹരി. ഇല്ല, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലാതെ വേണ്ട. ശ്രീഹരിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് ഞാൻ കമൻറ്റിലൂടെ കണ്ട്. ഇങ്ങനെയാണ് ആ ശ്രീഹരി. പക്ഷേ ഞാനെങ്കിൽ ഫുള്ള് ഞാനല്ല, എന്നാലും കുറച്ചൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. ഞാൻ പറഞ്ഞല്ലോ കഥയുടെ ലാസ്റ്റ് ഞാൻ പറയുമെന്ന്. അപ്പം ഇങ്ങനെയാണ് എന്നെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. മൊത്തം തള്ള